പ്രേംലാലെ, 2 ദിവസം മുമ്പ് ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിന് പിന്നാലെ പാകിസ്ഥാനിലെ രണ്ടിടങ്ങളിലും സ്ഫോടനം നടന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിൽ കുറെ പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഡൽഹി ബ്ലാസ്റ്റിന്റെ പ്രതികാരമായിട്ടാണോ പാകിസ്ഥാനിൽ സ്ഫോടനം ഉണ്ടായതെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. ഇതിൽ എന്തുമാത്രം വസ്തുതയുണ്ട്? പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയേക്കുന്നത്. കാര്യം പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലും അതേപോലെ തന്നെ തെക്കൻ വസീരിസ്ഥാനിലുമാണ് ഈ രണ്ട് സ്ഫോടനങ്ങൾ ഉണ്ടായേക്കുന്നത്. അതിൽ ഇസ്ലാമാബാദിൽ നടന്ന സ്ഫോടനം ഇത്തിരി ഗൗരവതരമാണ്. അവിടെ 12 പേർ കൊല്ലപ്പെട്ടു, 27ഓളം പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് വിവരം. അപ്പോൾ ഇവിടെ ഖ്വാജ ആസിഫ് പറയുന്നത് പാകിസ്ഥാനിൽ നടത്തുന്ന ഭീകരാക്രമണങ്ങൾ അതിന്റെ പിന്നിൽ ഇന്ത്യൻ സ്പോൺസർഷിപ്പ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടനയെ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നു, അവർക്ക് വേണ്ട എല്ലാ സഹായവും ഒത്താശയും ഇന്ത്യ ചെയ്തു നൽകുന്നു എന്നാണ് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ആരോപിക്കുന്നത്. അപ്പോ ഇന്ത്യയുടെ തലസ്ഥാനത്ത് ഡൽഹിയില് ഏതാണ്ട് 2014 നരേന്ദ്രമോദി അധികാരമേറ്റതിനു ശേഷം ഇന്ന് വരെ രാജ്യ തലസ്ഥാനത്തോ അല്ലെങ്കിൽ കാശ്മീർ കഴിഞ്ഞ് മറ്റെവിടെയെങ്കിലുമോ കാര്യമായ ഒരു ഭീകരാക്രമണം നടന്നതായിട്ട് അറിയില്ല. അങ്ങനെ ഒരു സംഭവമില്ല. അപ്പോ അതിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ അഭിമാനം കൊണ്ടിരുന്നു. കാര്യം തന്റെ അധികാരം ഇരിക്കുന്ന സമയത്ത് അത്തരത്തിൽ ഒരു വലിയ ഭീകരാക്രമണം നടത്താനായിട്ട് ആരെയും അനുവദിച്ചിട്ടില്ല. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം വലിയ സ്ഫോടനം ഉണ്ടായത്. അപ്പോ തൊട്ടു പിന്നാലെ പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലും സമാനമായ രീതിയിൽ ഒരു സ്ഫോടനം ഉണ്ടായപ്പോ പകരത്തിന് പകരം കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന രീതിയിലാണ് പലരും അതിനെ വ്യാഖ്യാനിച്ചത്. പക്ഷെ ഇപ്പോ ഇതിൽ നടന്നത് അത് ഈ തെഹ്രീക്കെ താലിബാൻ, അതായത് അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന പാക് വിരുദ്ധ ഭീകര സംഘടന, അവരാണ് ഇതിന്റെ പിന്നിൽ. അപ്പൊ അവർ ഈ സ്ഫോടനം നടത്താൻ അവരുടേതായ കൃത്യമായ കാരണമുണ്ട്. കാര്യം ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിർത്തിയിൽ. അപ്പൊ ഈ രണ്ടു കൂട്ടരും തമ്മിലുള്ള ഒത്തുതീർപ്പ് ചർച്ച പരാജയപ്പെട്ടിരുന്നു. 4 തവണ ഒത്തുതീർപ്പ് ചർച്ച നടന്നിരുന്നു. 4 തവണയും പാകിസ്ഥാന്റെ കടുംപിടുത്തം മൂലം ഒത്തുതീർപ്പ് എത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഈ തെഹ്രീക്കെ താലിബാൻ അല്ലെങ്കിൽ അഫ്ഗാൻ മന്ത്രാലയത്തിന്റെ വിശദീകരണം. അപ്പൊ ഇതിന് പിന്നാലെ ഈ താലിബാൻ അല്ലെങ്കിൽ തെഹ്രീക്കെ താലിബാൻകാർ തന്നെ പാകിസ്ഥാനെതിരെ പരസ്യ യുദ്ധാഹ്വാനം നടത്തിയിരുന്നു. യുദ്ധമെങ്കിൽ യുദ്ധം എന്നായിരുന്നു അവരുടെ ഒരു നയം. അപ്പൊ ഇതിന്റെ ശേഷമാണ് ഇസ്ലാമാബാദില് വലിയ സ്ഫോടനം ഉണ്ടായത്. ഇപ്പൊ ഇസ്ലാമാബാദില് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12:30 ഈ സ്ഫോടനം നടക്കുന്നത്. അവിടെ ഒരു കോടതി പരിസരത്ത് അതിന്റെ കവാടത്തോട് ചേർന്ന് ഒരു പോലീസ് വാഹനത്തിന് സമീപമാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. ഒരു സൂയിസൈഡ് ബോംബർ, ഒരു കാറിൽ വന്ന ഒരു ആത്മഹത്യാ ബോംബറാണ് പൊട്ടിത്തെറിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ സൂയിസൈഡ് ബോംബർ ലക്ഷ്യമിട്ടത് ഈ കോടതി കെട്ടിടത്തിനുള്ളിലേക്ക് ഈ കാർ ഓടിച്ചു കയറ്റുക എന്നുള്ളതായിരുന്നു. പക്ഷെ അതിന് സാധിച്ചില്ല. കോടതി കവാടത്തിൽ വെച്ച് തന്നെ ഇത് പൊട്ടിത്തെറിച്ചു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് 6 കിലോമീറ്റർ പരിധി വരെ ഈ സ്ഫോടനത്തിന്റെ പ്രകമ്പനം ഉണ്ടായിരുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. അപ്പൊ അത്രയ്ക്ക് ഭീകരമായ സ്ഫോടനമാണ് അവിടെ നടന്നത്. തൊട്ടു പിന്നാലെ തെക്കൻ വസീരിസ്ഥാനിലെ ഒരു കോളേജ് ഗേറ്റിന് സമീപവും സമാനമായ രീതിയിൽ സ്ഫോടനം നടന്നു. അപ്പൊ അവിടെ കാറിൽ വന്ന ഇതേപോലെ സൂയിസൈഡ് ബോംബർമാർ, അതിൽ 3 ഭീകരർ ആ കാറിൽ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ കോളേജ് കവാടത്തിന് സമീപത്ത് വെച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവരെ തടഞ്ഞു. അങ്ങനെ ഈ കവാടത്തിന് സമീപം വെച്ച് ഈ കാർ പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് വിവരം. അവരും ഇതേപോലെ ഈ കോളേജ് ക്യാമ്പസിനകത്തേക്ക് ഈ കാർ ഓടിച്ചു കയറ്റി അവിടെ ഒരു സ്ഫോടനം നടത്താനാണ് ലക്ഷ്യമിട്ടത്. അപ്പൊ ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം ഈ തെഹ്രീക്കെ താലിബാന്റെ ജമാഅത്ത് ഉൽ അഹ്റാർ എന്ന് പറയുന്ന സംഘടന ഏറ്റെടുത്തിട്ടുണ്ട്. അത് ഈ തെഹ്രീക്കെ താലിബാന്റെ പാകിസ്ഥാനിലെ ഒരു പോഷക സംഘടനയാണ്. അപ്പൊ ഇവര് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. അതോടൊപ്പം പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുകയാണ്, ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് കൃത്യമായ പങ്കുണ്ട്. ഇന്ത്യയുടെ പിന്തുണയോടുകൂടി ഇന്ത്യ നൽകിയ ഒത്താശയുടെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാനിൽ ഇത്ര വലിയ ഒരു സ്ഫോടനം നടന്നത് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. അപ്പോ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെതിരെ ഉണ്ടാകുന്ന ഏതൊരു ആക്രമണത്തെയും ഞങ്ങൾ ചെറുക്കും. അതിന് സൈനികമായി തന്നെ മറുപടി നൽകും. അതിന്റെ അർത്ഥം ഞങ്ങൾ ഏതെങ്കിലും രാജ്യത്തിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുന്നു എന്നല്ല. ഇങ്ങോട്ട് ആക്രമണം ഉണ്ടായാൽ അതിനെ ശക്തമായ രീതിയിൽ പ്രതിരോധിക്കും എന്നാണ് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഈ ഖ്വാജ ആസിഫ് പറയുന്നത്. അപ്പോ ഈ തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടന ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. അതിന്റെ കാരണവും ഞാൻ പറഞ്ഞു. കാര്യം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായിട്ട് നിരന്തര യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്.
അപ്പൊ അതിന് കൃത്യമായ കാരണവുമുണ്ട്. കാര്യം ഈ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാനിൽ പല തരത്തിലുള്ള ഏതാണ്ട് കഴിഞ്ഞ ഒരു 6-7 വർഷമായി നിരന്തരം ഭീകരാക്രമണങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ്. അപ്പൊ അവർ ആഗ്രഹിക്കുന്നത് പഷ്തൂൺ ഗോത്രത്തിൽ അവരെ ഒന്നിച്ച്, അതായത് പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാനെ വേർതിരിക്കുന്ന അതിർത്തി, ഡ്യൂറൻ ലൈൻ എന്നാണെന്ന് പറയുക, ഈ അതിർത്തിക്ക് അപ്പുറവും ഇപ്പുറവുമുള്ള പഷ്തൂൺ ഗോത്ര വിഭാഗക്കാരെ ഏകോപിപ്പിച്ച് ഒരു സ്വതന്ത്ര രാജ്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ തെഹ്രീക്കെ താലിബാന്റെ ആഗ്രഹം. അതിന് പാകിസ്ഥാൻ അനുവദിച്ചു കൊടുക്കുന്നില്ല. അപ്പോ അതിന്റെ പേരിലാണ് ഈ പാകിസ്ഥാൻ സേനയെ ഈ തെഹ്രീക്കെ താലിബാൻ ലക്ഷ്യമിടുകയും അവർക്കെതിരെ നിരന്തരം ആക്രമണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ കഴിഞ്ഞ മാസം പാകിസ്ഥാന്റെ വ്യോമസേന ഈ തെഹ്രീക്കെ താലിബാന്റെ നേതാക്കളെ ലക്ഷ്യമിട്ട് അഫ്ഗാന്റെ അതിർത്തി കടന്ന് കാബൂളിൽ വ്യോമാക്രമണം നടത്തി. അതോടുകൂടിയാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. പാകിസ്ഥാന്റെ അതിർത്തി പോസ്റ്റുകൾ, ഏതാണ്ട് 6ഓളം അതിർത്തി പോസ്റ്റുകൾ താലിബാൻ സേന പിടിച്ചെടുത്തു. അവരുടെ ആയുധങ്ങളും അവരുടെ യൂണിഫോം അടക്കം പിടിച്ചെടുത്ത് അഫ്ഗാനിസ്ഥാന്റെ തെരുവുകളിൽ അത് പ്രദർശിപ്പിച്ചു. അത് പാകിസ്ഥാന് വലിയ നാണക്കേടായി. അവർ അതിനെ നേരിടാൻ, അതായത് കരയുദ്ധം നടത്തിയാൽ രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തുകയായിരുന്നു തുടർന്ന്. അപ്പൊ വ്യോമാക്രമണത്തിൽ അഫ്ഗാൻ സേനയ്ക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. പക്ഷെ അവർ ഇപ്പോഴും ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാക്കിയാൽ വലിയൊരു പാഠം തന്നെ പഠിപ്പിക്കും. അതിനു വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാനിലെ പ്രായമായവർ മുതൽ കുട്ടികൾ വരെ ആയുധം ഏന്തുമെന്നാണ് അവർ നൽകുന്ന നിലപാട്. ഏതായാലും ഖത്തറിന്റെയും അതേപോലെ തുർക്കിയുടെയും മധ്യസ്ഥതയിൽ വലിയ രീതിയിൽ മധ്യസ്ഥ ചർച്ചകൾ നടന്നിരുന്നു. 4 റൗണ്ട് ചർച്ചകൾ നടന്നു. അവിടെ ആ ചർച്ചകളിൽ ഉടനീളം പാകിസ്ഥാൻ എടുത്ത നിലപാട് ഈ തെഹ്രീക്കെ താലിബാനെ അഫ്ഗാൻ സേന അല്ലെങ്കിൽ അഫ്ഗാൻ ഭരണകൂടം പിന്തുണയ്ക്കുന്നു, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരുന്നു. അങ്ങനെ ഈ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാനെതിരെ പോരാടുന്നു. അപ്പൊ ഇവരെ നിലയ്ക്ക് നിർത്താൻ, അവരെ നിർവീര്യമാക്കാൻ അഫ്ഗാൻ ഭരണകൂടം നടപടിയെടുക്കണമെന്നുള്ളതാണ് പാകിസ്ഥാന്റെ ആവശ്യം. പക്ഷേ അഫ്ഗാൻ സർക്കാരിന് ഒരു പരിധിക്കപ്പുറം ഈ താലിബാനെതിരെ നീങ്ങാൻ പറ്റില്ല. കാരണം അഫ്ഗാന്റെ ആഭ്യന്തര സുരക്ഷ ഈ തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന സംഘടനയെയും ആശ്രയിച്ചിരിക്കുന്നു. കാരണം അഫ്ഗാന് അങ്ങനെ പറയത്തക്ക ഒരു സേനാബലമില്ല. അപ്പൊ ഇവരുടെ കൂടെ പിന്തുണയോടുകൂടിയാണ് രാജ്യത്തെ ആഭ്യന്തര സുരക്ഷ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ പറയുന്ന ഈ ആവശ്യം അതേപടി അംഗീകരിച്ചു കൊടുക്കാൻ അഫ്ഗാൻ സേനയ്ക്ക് സാധിക്കില്ല. അതേപോലെ അഫ്ഗാൻ സേന പറയുന്ന മറ്റൊരു വാചകമുണ്ട്, പാകിസ്ഥാനിൽ ഉണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾക്ക്, അവിടെ ഉണ്ടാകുന്ന സുരക്ഷാ വീഴ്ചകൾക്ക് പാകിസ്ഥാൻ സേനയാണ് നടപടിയെടുക്കുന്നത്. അതിന് ഞങ്ങളെ ബാധ്യതപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹരിക്കേണ്ട ബാധ്യത നിങ്ങൾക്ക് തന്നെയാണ്. അവിടെ ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ അതിന്റെ ആളുകളെ കണ്ടെത്തുക, അവരെ പിടികൂടുക എന്നുള്ളത് പാകിസ്ഥാന്റെ ആവശ്യമാണ്. ആ ഉത്തരവാദിത്തം അഫ്ഗാന് മേൽ കെട്ടിയേൽപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് താലിബാന്റെ അല്ലെങ്കിൽ അഫ്ഗാൻ ഭരണകൂടത്തിന്റെ നിലപാട്. ഏതായാലും ഇപ്പോ ഇസ്ലാമാബാദിലും അതേപോലെ തെക്കൻ വസീരിസ്ഥാനിലും സ്ഫോടനം നടന്നിരിക്കുന്നു. അത് നേരത്തെ പറഞ്ഞ പോലെ ഈ മധ്യസ്ഥ ചർച്ച പരാജയപ്പെട്ടതിന്റെ ഒരു പ്രതിഫലനമായിട്ട് വേണം നമ്മൾ കരുതാൻ. ഏതായാലും ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു പങ്ക് ഇന്ത്യ നിഷേധിക്കുകയാണ്. പാകിസ്ഥാന്റെ ഈ ആരോപണം അത് അവരുടെ ഉത്തരവാദിത്ത രാഹിത്യത്തിൽ നിന്ന് ഒളിച്ചോടാനായിട്ടുള്ള ഒരു ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. പാകിസ്ഥാൻ നിരന്തരം അവിടെ ഉണ്ടാകുന്ന സുരക്ഷാ വീഴ്ചകൾക്കെല്ലാം ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന ഒരു പതിവ് പാകിസ്ഥാൻ ഉണ്ട്. അത് തന്നെയാണ് ഈ അവസരത്തിലും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും പാകിസ്ഥാൻ വലിയ രീതിയിൽ ഭയപ്പെട്ടിട്ടുണ്ട്. കാര്യം ഇന്ത്യയിൽ ഇത്തരത്തിലൊരു സ്ഫോടനം നടന്നപ്പോൾ തങ്ങൾക്ക് തിരിച്ചടി കിട്ടും എന്നുള്ളൊരു തിരിച്ചറിവ് പാകിസ്ഥാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിർത്തി മേഖലകളിലെല്ലാം തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശം പാകിസ്ഥാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ അവരുടെ 3 സേനകൾക്കും തയ്യാറായിരിക്കാൻ പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയും അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിൽ പാക് സ്പോൺസേഡ് ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ അത് ഇന്ത്യക്കെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനമായി കാണും. ഓപ്പറേഷൻ സിന്ദൂർ 2 ഇതിന് പിന്നാലെ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ഇന്ത്യ നേരത്തെ നൽകിയിട്ടുള്ളതുമാണ്. അപ്പൊ പാകിസ്ഥാൻ വലിയ രീതിയിൽ ഭയപ്പെട്ടിരിക്കുന്നു. അതിന് പിന്നാലെ ഒരു ഭീകരാക്രമണം ഉണ്ടായി, സ്വാഭാവികമായി ഇന്ത്യയെ കുറ്റപ്പെടുത്തി എന്നുള്ളതാണ് അവിടെ നടന്നത്.